ലഅലമന്ന ഖവാമൻ മിൻ ഉമ്മതി, എന്റെ സമൂഹത്തിൽ ഇങ്ങനെയും ചില ആളുകൾ വരാനുണ്ട്. ഞാൻ അവരെ ഭീതിയോടുകൂടെയാണ് കാണുന്നത്. അവരുടെ അമലുകൾ അല്ലാഹു തആല പൊടിപൊടിയാക്കി കളയാൻ പോകുന്നു. ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, തിന്മകളുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തേക്കും. ഇന്ന് ബാംഗ്ലൂരിലേക്ക് മാറിയാൽ, ഒന്ന് ഡൽഹിയിലേക്ക്, ബോംബെയിലേക്ക്, ദുബൈയിലേക്കോ ബഹ്റൈനിലേക്കോ കുവൈത്തിലേക്കോ ഒന്ന് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്കോ ാൽ അവന്റെ കോലം മാറിയേക്കും. ഇതിന്റെ കാര്യം കൂടെ ഇരിക്കുമ്പോഴൊക്കെ നല്ല ആളാ, പക്ഷേ നാട് വിട്ടു കഴിഞ്ഞാൽ മോശപ്പെട്ടു. അത്തരം ആളുകൾ ഈ വിഭാഗത്തിൽ പെടുമെന്ന് പേടിക്കണം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, ഏതൊരു സമൂഹത്തിന്റെയും ഖൽബിന്റെ ഉള്ളിൽ മാറ്റമുണ്ടാകുന്നുണ്ടോ എങ്കിലേ അല്ലാഹു നിങ്ങളോടുള്ള സമീപനം മാറ്റുന്നുള്ളൂ. നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന ഒരു സഹാബി, യാ റസൂലല്ലാഹ്, നബിയേ ഇദൻ ലീ ബിസ്സിനാ, നബി തങ്ങളെ വ്യഭിചരിക്കാൻ ഒരു അവസരം തരണം, എനിക്ക് വ്യഭിചാരം ഹലാലാക്കി തരണം. ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്. ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ. നബിയെ, നിസ്കാരം എനിക്ക് കുഴപ്പമില്ല, നോമ്പ് എനിക്ക് കുഴപ്പമില്ല നബിയെ, സകാത്ത് ഞാൻ കൊടുത്തേക്കാം, ഹജ്ജൊക്കെ ചെയ്യാം, പക്ഷേ എനിക്കൊരു കുഴപ്പത്തിനുണ്ട്, വ്യഭിചാരം, അത് നബിയെ എന്നെനിക്ക് പിടിച്ചാൽ കിട്ടൂല, അതിലെന്തെങ്കിലും ഇളവ് തരുമോ? നിങ്ങളോട് ഒന്ന് ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചോദിക്കാൻ ധൈര്യം കാണിച്ചതാണ് നബി തങ്ങളുടെ ഏറ്റവും വലിയ ഖുലുഖുൽ ഹസൻ. തങ്ങളുടെ സ്വഭാവം അത്രയും മെച്ചമായിരുന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഈ ചോദ്യം ചോദിക്കാൻ അയാൾ ധൈര്യപ്പെട്ടത്. തങ്ങൾ എന്താ പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? അടുത്തേക്ക് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ കൈവെക്കുകയാണ്. അല്ലാഹുമ്മ തുഹ്ഹിർ ഖൽബഹ് വഗ്ഫിർ ദംബഹ്, പടച്ചവനെ ഈ ചെറുപ്പക്കാരന്റെ ഖൽബ് നന്നാക്കി കൊടുക്കൂ റബ്ബേ, ഇദ്ദേഹത്തിന്റെ തെറ്റുകൾ പുറത്തു കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹു വതുഹ്ഹിർ ഖൽബഹ്, ഖൽബ് ശുദ്ധിയാക്കി കൊടുക്കൂ പടച്ചവനെ, ഹൃദയം ശുദ്ധിയാക്കി കൊടുക്കണേ അല്ലാഹ്, ഈ ചെറുപ്പക്കാരനെ പുറത്തു കൊടുക്കണേ പടച്ചവനെ. തങ്ങൾ ദുആ ചെയ്തിട്ട് ചോദിക്കുകയാണ്, അത്തറല്ലാഹ്, ഇങ്ങനെ ഒരു വ്യഭിചാരം നിന്റെ സ്വന്തം പെങ്ങളെ ഏതെങ്കിലും ഒരാൾ കയറിപ്പിക്കുന്നത് നിനക്ക് ഇഷ്ടാണോ? ഇല്ല നബിയെ, ഇഷ്ടമല്ല. നിന്റെ ഭാര്യയെ ഞാൻ സമ്മതിക്കൂല നബിയെ, നിന്റെ ഉമ്മായെ പറ്റൂല നബിയെ, നിന്റെ സ്വന്തം മോളെ ഞാൻ സമ്മതിക്കൂല. എന്നാൽ നീ വ്യഭിചരിക്കുന്നത് അല്ലാഹു തആല അനുവദിക്കാത്ത വ്യഭിചാരം നീ ചെയ്യുന്നത് ആരുടെയൊക്കെ പെങ്ങളാണ്, ആരുടെയൊക്കെ ഉമ്മയാണ്, ആരുടെയൊക്കെ ഭാര്യയാണ്, ആരുടെയൊക്കെ മകളാണ്. നീ അത് മനസ്സിലാക്കണ്ടയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ഞാൻ അങ്ങയുടെ സദസ്സിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നത്, ഞാനോട് എഴുന്നേറ്റ് പോകുമ്പോൾ ഏറ്റവും വെറുപ്പുള്ളതാണ് നബിയെ, എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട. നബിയായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്മകളിലേക്കുള്ള സാഹചര്യങ്ങളെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യല്ലിൻ, തിന്മയുടെ സാഹചര്യങ്ങളിലേക്ക് പോവല്ലിൻ. ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, നബി തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലരുത്, പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ഇടയിലേക്കും ഇറങ്ങി ചെല്ലരുത്. ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, ഈ സമൂഹത്തിന് മാ തറക്തു ബഅദി ഫിത്നതൻ അശദ്ദ അലൽ റിജാലി മിനൻ നിസാ, എന്റെ മരണശേഷം എന്റെ സമൂഹത്തിലെ പുരുഷന്മാർക്ക് പിടിച്ചു വെക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ തെറ്റ് സംഭവിക്കുന്നത് വ്യഭിചാരം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പെണ്ണുങ്ങളോടുള്ള ബന്ധം കൊണ്ട്, സംസാരമോ ലവ് അഫെയറുകളോ സോഫ്റ്റ് കോർണറോ. ഇതാണ് എന്റെ കാലശേഷം എന്റെ സമൂഹത്തിലെ പുരുഷന്മാർക്ക് വരാനുള്ള തെറ്റ്, ഇതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങളുടെ തെറ്റ് നിങ്ങൾ വേറെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ പറയാം. ഈ ഉമ്മത്തിലെ പുരുഷന്മാരുടെ വിഷയം ഇതാണ്. ഹമ്മുഹും അൽ ഫർജു വൽ ബത്ൻ, ആകെ ചിന്ത തിന്നണം, ഭോഗിക്കണം. ഇങ്ങനൊരവസ്ഥ എന്റെ ഉമ്മത്തിന് വന്നാൽ ഈ സമൂഹത്തിന്റെ നാശമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങളാരും പെണ്ണുങ്ങളുടെ അരികത്തേക്ക് കടന്നു ചെല്ലല്ലേ, അന്യ പെണ്ണുങ്ങളുടെ അരികത്തേക്ക്. കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും, ക്യാമ്പസുകളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണെങ്കിലും, ഒരു കല്യാണത്തിന് ഭക്ഷണം വിളമ്പുന്നവരാണെങ്കിലും, ഒരു വാഴ പരിപാടി നടക്കുമ്പോ ഒരു ബക്കറ്റുമായി പൈസ പിരിക്കാൻ പോവുകയാണെങ്കിൽ പോലും ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോവല്ലേ.
നിങ്ങൾ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലിൻ. അഫറഅയ്തൽ ഹംവ യാ റസൂലല്ലാഹ്, നബിയെ, ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു ഭർത്താവിന്റെ ആങ്ങളമാരുണ്ടാകുമല്ലോ, അനിയന്മാരും ജ്യേഷ്ഠന്മാരും. അവരെ കാണുന്നതിന് പെണ്ണുങ്ങൾക്ക് കുഴപ്പമുണ്ടോ? ഭർത്താവിന്റെ ജ്യേഷ്ഠനോ ഭർത്താവിന്റെ അനിയനോ ഈ പെണ്ണുങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നതിന് വിരോധമുണ്ടോ നബിയെ? ഭർത്താവിന്റെ ജ്യേഷ്ഠനല്ലേ, അനിയനല്ലേ എന്ന ചോദ്യത്തിന് മറുപടിയാണ് അൽഹംവു അൽ മൗത്ത്. സിദ്ധമായ ഹദീസല്ലേ അത്? അൽഹംവു അൽ മൗത്ത്, ഭർത്താവിന്റെ സഹോദരൻ എന്ന് പറയുന്നത് മരണമാണ്. മരണത്തെ പേടിക്കുന്ന പോലെ പേടിച്ചേക്കണം. പ്രായപൂർത്തിയെത്തിയ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ പ്രായപൂർത്തിയെത്തിയ അനിയനോ ഇവരൊക്കെ മരണം പേടിക്കുന്ന പോലെ പേടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കെ യഥേഷ്ടം പരസ്ത്രീ ബന്ധങ്ങൾ ഈ സമൂഹത്തിന്റെ നാശത്തിന്റെ വഴി പെണ്ണുങ്ങളിലൂടെയാണെന്ന് ദീർഘദർശനം ചെയ്ത് പറഞ്ഞുവല്ലോ റസൂലുള്ളാഹ്. ഒരു കണ്ണുകൊണ്ട് ഹറാം കണ്ടുവന്ന ഒരവസ്ഥയിലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിലെ പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോ, അന്ന് ഖലീഫമാരാണ് ഖുതുബ ഓതുക, അവരാണ് ഇമാം നിൽക്കുക. ഹബീബിന്റെ പള്ളിയിൽ നിസ്കാരം നടക്കുന്ന ജുമുഅക്ക് ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്വഹാബി കയറി വരുന്നത്. ആ സ്വഹാബി കയറി വന്ന് പള്ളിയുടെ നേരെ പിന്നിൽ കിട്ടിയ സ്ഥലത്ത് വന്നിരുന്നു. ഖുതുബ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചുവല്ലോ, അയദ്ഖുലു അലൈനാ അഹദുകും വഫീ ഐനൈഹി അഥറു സിനാ, വ്യഭിചാരത്തിന്റെ അടയാളം കണ്ണിൽ കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ കയറിയിരിക്കുകയാണോ? വ്യഭിചാരം കണ്ണിലുണ്ടല്ലോ, വ്യഭിചാരമുണ്ടായിരിക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ കയറുകയാണോ? കണ്ണിട്ട് വന്നപ്പോഴേ എന്താണ് സംഭവിച്ചത്? മദീനയിലെ പള്ളിയിലേക്ക് വരുമ്പോ റോഡിലൂടെ മുമ്പിൽ നടന്ന ഒരു പെണ്ണിന്റെ കാലിൽ ഉണ്ടായിരുന്ന പാദസരം കാറ്റടിച്ചപ്പോൾ കണ്ടുപോയി. കാലിന്റെ ഒരു അല്പഭാഗം കാറ്റിൽ പൊങ്ങി, ഇത്രയുള്ളൂ, കാറ്റ് നിന്നും ചെയ്തു. അത് കണ്ടുപോയതാണ്. ജുമുഅക്ക് വരുന്ന ഓട്ടത്തിനിടയിൽ ഇസ്തിഗ്ഫാർ ചെയ്യാനോ തൗബ ചെയ്യാനോ സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ പള്ളിയിൽ വന്ന് കയറിയിരിക്കുമ്പോഴാണ് ഖൽബിന്റെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയുമായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്, മുഅ്മിനായ മനുഷ്യന്റെ നോട്ടം നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. മുഅ്മിനായ മനുഷ്യൻ നോക്കുന്നത് അല്ലാഹു നൽകുന്ന പ്രകാശം കൊണ്ടാണ്. ആ മനുഷ്യൻ വന്ന് കയറിയിരുന്നതേ ഉള്ളൂ. അയദ്ഖുലു അലൈനാ അഹദുകും, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരികയാണോ? വഫീ ഐനൈഹി അഥറു സിന, കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളമുണ്ടല്ലോ. പിന്നെ നമുക്കൊക്കെ പിന്നെ അള്ളാന്റെ ഹറമിലേക്ക് പോകാൻ പറ്റുമോ? ഹബീബിന്റെ ഹറമിൽ കയറി ചെല്ലാൻ പറ്റുമോ? നമ്മുടെ മൊബൈൽ പിടിച്ചിട്ടാ കയറി ചെല്ലുന്നത്. ആ മൊബൈൽ എന്തൊക്കെ കാണും? നമ്മുടെ കണ്ണുകൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? ഒന്ന് റോഡിലൂടെ നടന്നു വരുമ്പോ എത്രയായിരം സിനിമാ പോസ്റ്ററുകളാണ് പച്ചയായ വ്യഭിചാരത്തിന്റെ സീനുകൾ വെച്ച് പ്രദർശിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ സ്ക്രീനുകളിൽ കാണുന്നത്. വഫീ ഐനൈഹി അഥറു സിന, ഇത് പറഞ്ഞപ്പോഴാണ് ആ സ്വഹാബി വളരെ വേദനയോടെ നിലവിളിച്ചു പറഞ്ഞു പോയി, അവഹിയുൻ ബഅദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പറഞ്ഞതിൽ പിന്നെ ആകാശലോകത്തു നിന്ന് വഹി വരുന്നുണ്ടോ? എവിടുന്നാണ് ഈ വിവരം കിട്ടിയത്? ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോഴും വരുന്നുണ്ടോ? ഹബീബിന്റെ വഫാത്തിന് ശേഷം വഹി മുറിഞ്ഞു പോയിട്ടുണ്ടല്ലോ. എന്താണ് ഈ സംഭവിച്ചത്? മാസങ്ങൾ പറയാൻ ഇത് വഹിയല്ല, ഇത് ഫിറാസയാണ്. മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണമൊത്ത നോട്ടമാണ്. കണ്ണിൽ ഒരൊറ്റ നേരത്തെ ഒരല്പനേരത്തെ കാറ്റടിച്ച് വീശിയപ്പോ കാലിന്റെ പാദസരം കണ്ടുപോയതിന്റെ പേരിൽ കണ്ണിൽ വ്യഭിചാരമുണ്ടല്ലോ. നമ്മളൊക്കെ കണ്ണൊക്കെ പിന്നെ എന്തിനാ പറ്റുക? അല്ലാഹു നമ്മുടെ കണ്ണുകളെ കഴുകി ശുദ്ധിയാക്കി തരട്ടെ. ലൈലയെ പ്രേമിച്ച മജ്നൂന് പാടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ, കൈഫ തറാ ലൈല ബിഐനിൻ തറാ ബിഹാ സിവാഹാ വമാ തഹർതഹാ ബിൽ മദാമിഇ. പ്രേമമൂത്തിട്ട് പറയുന്ന പാട്ടുകൾക്കൊന്നും അഡ്രസ് ഉണ്ടാവില്ല. പാടാണ്, ലൈലയെ കാണുന്ന കണ്ണുകൊണ്ട് ലൈലയല്ലാത്ത പെണ്ണിനെ ഞാൻ കണ്ടാ പിന്നെ എന്റെ കണ്ണ് കഴുകണമല്ലോ.
അല്ലാഹ് ഹറാമാക്കിയത് കണ്ടാൽ അള്ളാഹുവിനെ കാണാൻ പോകുന്ന കണ്ണുകൾ പിന്നെ അള്ളാഹുവിന്റെ തജല്ലി കാണാനുള്ള ക്വാളിഫിക്കേഷൻ ആ കണ്ണിനുണ്ടാകുമോ? അള്ളാഹു നമ്മുടെ കണ്ണുകളെ ശുദ്ധിയാക്കി തരട്ടെ.